ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മത്തങ്ങയും വൻപയറും ഒക്കെ വെച്ചിട്ട് എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ച വൻപയർ 1 കപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ച വൻപയറാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു 6 വിസിൽ വന്നപ്പോൾ തന്നെ പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ പയറിലെ വെള്ളമൊക്കെ വറ്റിപ്പോയതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് 2-3 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ 2-3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ മത്തങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മത്തങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ മത്തങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ തേങ്ങ കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറവ് നമുക്ക് മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തങ്ങ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
കൂടാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. അപ്പോൾ നമുക്കിനി പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.